രക്തസാക്ഷികളെ അപമാനിക്കുന്നത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്കാരമല്ലെന്നും ഏതു പാർട്ടിയിലുള്ള രക്തസാക്ഷിയെയും യൂത്ത് കോൺഗ്രസ് അപമാനിക്കില്ലെന്നും യൂത്ത് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹനൻ. യൂത്ത് കോൺഗ്രസ് രക്തസാക്ഷികളെ അപമാനിക്കുകയാണെന്നും അവരെ നിലക്ക് നിർത്തണമെന്നും കഴിഞ്ഞ ദിവസം CPM ജില്ലാ സെക്രട്ടറി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞിരുന്നു. അതിനോട് പ്രതികരിക്കുകയായിരുന്നു വിജിൽ മോഹനൻ. ഫണ്ട് തട്ടിപ്പിലൂടെ പയ്യന്നൂരിലെ രക്തസാക്ഷിയെ അപമാനിച്ചത് CPM ആണെന്നും രക്തസാക്ഷി ഫണ്ട് വിവാദത്തിൽ യഥാർത്ഥ കണക്ക് അവതരിപ്പിക്കാൻ CPM-നെ വെല്ലുവിളിക്കുകയാണെന്നും വിജിൽ മോഹനൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ ഫെബ്രുവരി മാസം എന്ന് പറയുന്നത് വളരെ വിഷമമുള്ള അല്ലെങ്കിൽ ഏറെ വൈകാരികമായ ഒരു മാസമാണ്. ഞങ്ങളുടെ മട്ടന്നൂർ നിയോജക മണ്ഡലത്തിലെ എടയന്നൂരിലെ ഷുഹൈബിനെയും പെരിയയിലെ ശരത്ലാലിനെയും കൃപേഷിനെയും ഒക്കെ കൊലപ്പെടുത്തിയ മാസമാണ്. അവരുടെ രക്തസാക്ഷിത്വ ദിനം കടന്നു വരുന്ന മാസമാണ് ഈ ഫെബ്രുവരി മാസം എന്നുള്ളത്. ഫെബ്രുവരി 12-ാം തീയതി ഷുഹൈബിൻ്റെ 8ാം രക്തസാക്ഷിത്വ ദിനം കടന്നു വരികയാണ്. എല്ലാ വർഷവും യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി നടത്തുന്നത് പോലെ വിപുലമായ രക്തസാക്ഷി അനുസ്മരണ പരിപാടികളാണ് ഈ വർഷവും നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇത്തവണ 12-ാം തീയതി കല്യാശ്ശേരി അസംബ്ലിയിലെ പഴയങ്ങാടിയിൽ യുവജന റാലിയും അനുസ്മരണ സമ്മേളനവും നടത്താൻ ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി തീരുമാനിച്ചിരിക്കുകയാണ്. ഏതാണ്ട് 5000-ഓളം യുവജനങ്ങൾ അണിനിരക്കുന്ന റാലിയും സമ്മേളനവും ബഹുമാനപ്പെട്ട യൂത്ത് കോൺഗ്രസിൻ്റെ മുൻ സംസ്ഥാന അധ്യക്ഷനും കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ വർക്കിംഗ് പ്രസിഡന്റുമായ ശ്രീ ഷാഫി പറമ്പിൽ MP ഉദ്ഘാടനം ചെയ്യുന്ന പരിപാടി, അതിൽ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ അഡ്വക്കേറ്റ് OJ ജനീഷ്, KPCC ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട സന്ദീപ് വാര്യർ തുടങ്ങിയ ആളുകൾ പങ്കെടുക്കുന്ന പരിപാടിയാണ് 12-ാം തീയതി യൂത്ത് കോൺഗ്രസ് നടത്താൻ തീരുമാനിച്ച വിവരം. അത് ബഹുമാനപ്പെട്ട മാധ്യമ സുഹൃത്തുക്കൾ മുമ്പാകെ അറിയിക്കാൻ ഈ ഒരു അവസരം വിനിയോഗിക്കുകയാണ്. മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ണൂർ ടൗണിൽ നടന്ന സംഭവ വികാസങ്ങളെക്കുറിച്ചൊക്കെ നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. പയ്യന്നൂരിലെ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് നിർണായകമായ വെളിപ്പെടുത്തൽ CPIM-ൻ്റെ ജില്ലാ കമ്മിറ്റി അംഗം നടത്തിയപ്പോൾ അതിൽ ആ വെളിപ്പെടുത്തലിൽ നിന്നും പാർട്ടി സമ്മർദ്ദത്തിലായ ആ ഒരു സാഹചര്യത്തിൽ നിന്നും വഴിതിരിച്ചു വിടുന്നതിന് വേണ്ടിയാണ് കണ്ണൂർ ടൗണിൽ കഴിഞ്ഞ ദിവസം SFI-യുടെയും DYFI-യുടെയും നേതൃത്വത്തിൽ അക്രമം അഴിച്ചുവിട്ടത് എന്ന് പറയാൻ യൂത്ത് കോൺഗ്രസ് ഈ ഒരു അവസരം വിനിയോഗിക്കുകയാണ്. നമുക്കറിയുന്നത് പോലെ CPM-ൻ്റെ ജില്ലാ സെക്രട്ടറി ഇന്നലെ ഒരു പത്രസമ്മേളനം നടത്തി. ആ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞത് പ്രകോപനമുണ്ടാക്കി പുതിയ വിവാദം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയാണ് യൂത്ത് കോൺഗ്രസ് ഇത്തരത്തിലൊരു പോസ്റ്റർ പതിച്ചത് എന്നാണ്. അതോടൊപ്പം അദ്ദേഹം പറയുന്നത്, രക്തസാക്ഷി ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം വലിയ വൈകാരികമായ, രക്തസാക്ഷിയേക്കാൾ വലുത് മറ്റൊന്നും അവർക്ക് ഇല്ല എന്നുള്ള ഒരു തരത്തിലുള്ള പ്രസ്താവനയും അദ്ദേഹം ഇറക്കി. രക്തസാക്ഷി CPM-ന് മാത്രമല്ല, LDF-ന് മാത്രമല്ല, ഞങ്ങൾക്കെല്ലാവർക്കും ഏറ്റവും വൈകാരികമായിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത് രക്തസാക്ഷിയാണ്. അതിനിപ്പോൾ ഏത് പാർട്ടിയുടെ രക്തസാക്ഷിയാണെങ്കിലും അവരെ അപമാനിക്കാനോ അല്ലെങ്കിൽ അവരെ പൊതുസമൂഹത്തിന് മുമ്പിൽ തെറ്റായ രീതിയിൽ അല്ലെങ്കിൽ അവരെ അവഹേളിക്കുന്ന തരത്തിലുള്ള പ്രചരണങ്ങൾ നടത്തുവാനോ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകരോ നേതാക്കന്മാരോ തയ്യാറല്ല. ഞങ്ങൾ ആ രക്തസാക്ഷികളുടെ ചിത്രം വെച്ചിട്ടുള്ള പോസ്റ്റർ കണ്ണൂർ ടൗണിൽ, അല്ലെങ്കിൽ അതിൻ്റെ ബോർഡ് കണ്ണൂർ ടൗണിൽ ഞങ്ങൾ പ്രചരിപ്പിച്ചത് CPM നടത്തിയ പച്ചയായ തട്ടിപ്പ്, രക്തസാക്ഷിയുടെ കുടുംബത്തെ വഞ്ചിക്കുന്ന തരത്തിൽ രക്തസാക്ഷിയോട് നീതി പുലർത്താത്ത രീതിയിലുള്ള തട്ടിപ്പ് പൊതുസമൂഹത്തിന് മുമ്പിൽ തുറന്നു കാണിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. സത്യത്തിൽ രക്തസാക്ഷികളെ അപമാനിച്ചത് CPM ആണ് എന്നുള്ള യാഥാർത്ഥ്യം മറച്ചുവെക്കാനാണ് CPM ജില്ലാ സെക്രട്ടറി ഇന്നലെ ഇങ്ങനെയൊരു പ്രസ്താവന നടത്തിയത്. കണ്ണൂർ ടൗണിൽ കഴിഞ്ഞ ദിവസം നടന്ന സംഭവ വികാസങ്ങളിൽ നിങ്ങൾക്കറിയാം ആരാണ് പ്രകോപനം ഉണ്ടാക്കിയത്. CPM-ൻ്റെ ജില്ലാ കമ്മിറ്റി അംഗം, അന്നത്തെ ഏരിയ സെക്രട്ടറി ഇത്ര നിർണായകമായൊരു വെളിപ്പെടുത്തൽ മാധ്യമങ്ങൾക്ക് മുമ്പിൽ നടത്തിയപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിൽ CPM-ൻ്റെ ഫണ്ട് തട്ടിപ്പ് പൊതുസമൂഹത്തിന് മുമ്പിൽ തുറന്നു കാണിക്കുന്നതിന് വേണ്ടി യൂത്ത് കോൺഗ്രസ് വെച്ച ബോർഡ്, കണ്ണൂർ ടൗണിൽ മാത്രം ഏകദേശം 15ഓളം ബോർഡുകൾ SFI-യുടെ DYFI-യുടെ ഗുണ്ടകൾ പല അവസരങ്ങളിലായി ഇരുചക്ര വാഹനങ്ങളിൽ കടന്നു വന്ന്
അത് കീറിക്കളഞ്ഞ് നശിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. 15ഓളം ബോർഡുകൾ അവർ നശിപ്പിച്ചിട്ടുണ്ട്. അതിൽ ഒരു ബോർഡ് നശിപ്പിക്കുമ്പോൾ NGO യൂണിയൻ്റെ ഓഫീസിന് മുമ്പിലുള്ള ബോർഡ് അവർ നശിപ്പിക്കുമ്പോഴാണ്, ടെന്നീസ് കോർട്ടിന് മുമ്പിലുള്ള ബോർഡ് നശിപ്പിക്കുമ്പോഴാണ് യൂത്ത് കോൺഗ്രസിൻ്റെ 2 സഹപ്രവർത്തകർ അത് കീറിക്കളയുന്നത് കാണുകയും അതോടൊപ്പം അത് എന്തിനാണ് നിങ്ങൾ കീറുന്നത് എന്നുള്ള തരത്തിൽ വളരെ മാന്യമായ രീതിയിൽ അത് ചോദ്യം ചെയ്യുവാനും യൂത്ത് കോൺഗ്രസിൻ്റെ സഹപ്രവർത്തകർ മുന്നോട്ട് വന്നത്. ആ സഹപ്രവർത്തകരെ കയ്യേറ്റം ചെയ്യുന്നതിന് വേണ്ടി അതിനുശേഷം സംഘടിച്ചെത്തിയ DYFIയുടെ ആളുകൾ അവരെ കയ്യേറ്റം ചെയ്യുകയായിരുന്നു ഉണ്ടായിരുന്നത്. അതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ട്, നിങ്ങൾക്ക് അറിയാം. അതിൻ്റെ വീഡിയോ ദൃശ്യങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. അങ്ങനെ യൂത്ത് കോൺഗ്രസിൻ്റെ സഹപ്രവർത്തകരെ കയ്യേറ്റം ചെയ്തതിൽ പ്രതിഷേധിച്ചും യൂത്ത് കോൺഗ്രസ് കണ്ണൂർ ടൗണിൽ സ്ഥാപിച്ച ബോർഡുകൾ നശിപ്പിച്ചതിലും പ്രതിഷേധിച്ചാണ് കണ്ണൂർ ബ്ലോക്ക് യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ, പ്രിയപ്പെട്ട വരുണിൻ്റെ നേതൃത്വത്തിൽ വൈകുന്നേരം ഒരു പ്രതിഷേധ പ്രകടനം കണ്ണൂരിൽ സംഘടിപ്പിച്ചത്. എന്നാൽ ഈ പയ്യന്നൂർ വിഷയത്തിൽ നിന്നും ആളുകളുടെ ശ്രദ്ധ തിരിച്ചു മാറ്റുന്നതിന് വേണ്ടി ആസൂത്രിതമായ ഒരക്രമം ജില്ലാ സെക്രട്ടറിയുടെ അറിവോടുകൂടി തന്നെ SFIയുടെയും DYFIയുടെയും ഗുണ്ടകൾ ഇറങ്ങിക്കൊണ്ട് ആസൂത്രിതമായ ഒരു അക്രമമാണ് അന്നത്തെ പ്രകടനത്തിന് നേരെ, യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകർക്ക് നേരെ SFIയുടെയും DYFIയുടെയും ഗുണ്ടകൾ നയിച്ചുവിട്ടത്. വളരെ സമാധാനപരമായി ഞങ്ങൾ നടത്തിയ പ്രതിഷേധ പ്രകടനം DCCയിൽ നിന്നും ആരംഭിച്ച് കാൾടെക്സിലെത്തിയപ്പോൾ അവിടെ നിന്ന് SFIയുടെ ആളുകൾ ഒരു കാരണവുമില്ലാതെ അതിലേക്ക് കല്ല് വലിച്ചെറിയുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. കല്ലേറിൽ ഞങ്ങളുടെ പ്രവർത്തകർക്ക് പരിക്കേറ്റു. തുടർന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കേറ്റമുണ്ടായി. ഞങ്ങളുടെ നിരവധി പ്രവർത്തകർക്ക് മർദ്ദനമേറ്റു. അവരൊക്കെ ആശുപത്രിയിൽ ചികിത്സയിലാണെന്നും. അപ്പോൾ അങ്ങനെ ഒരു സംഭവ വികാസം നടന്നപ്പോഴാണ് ഈ പറഞ്ഞ കണ്ണൂരിലുണ്ടായിരുന്ന ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ആരാണ് പ്രകോപനം സൃഷ്ടിച്ചത് എന്നുള്ളത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ഒരു തരത്തിലും ആരെയും ഉപദ്രവിക്കാതെ സമാധാനപരമായി പ്രകടനം നടത്തിയ പ്രകടനത്തിനെ ആക്രമിച്ചത് SFIക്കാരാണ്. ഞാൻ പറയുന്നത് പയ്യന്നൂരിൽ രക്തസാക്ഷിയെ ഉണ്ടാക്കിയത് അല്ലെങ്കിൽ ധനരാജിനെ കൊലപ്പെടുത്തിയത് കോൺഗ്രസോ യൂത്ത് കോൺഗ്രസോ അല്ല. ധനരാജിൻ്റെ പേരിൽ ഫണ്ട് പിരിച്ചത് കോൺഗ്രസോ യൂത്ത് കോൺഗ്രസോ അല്ല. ധനരാജിൻ്റെ പേരിൽ പിരിച്ച ഫണ്ട് മുക്കിയതും കോൺഗ്രസോ യൂത്ത് കോൺഗ്രസോ അല്ല. എന്നിട്ടും അവർക്കെതിരെ ഇത്ര ശക്തമായ വെളിപ്പെടുത്തൽ പുറത്തു വരുമ്പോൾ ഇത് യൂത്ത് കോൺഗ്രസിൻ്റെ അജണ്ടയാണ് എന്ന് പറഞ്ഞ് തടിതപ്പാൻ ശ്രമിക്കുന്ന ജില്ലാ സെക്രട്ടറിയുടെ പ്രസ്താവന എന്ന് പറയുന്നത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ് എന്ന് പറയാൻ വേണ്ടി ഈ ഒരു അവസരം വിനിയോഗിക്കുകയാണ്. മറ്റൊരു കാര്യം, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ സംഭവത്തിന് ശേഷം കണ്ണൂരിൽ ഈ അക്രമം നടന്നതിന് ശേഷം KSUവിൻ്റെ സഹപ്രവർത്തകരും യൂത്ത് കോൺഗ്രസിൻ്റെ സഹപ്രവർത്തകരും ജോലി ചെയ്യുന്ന ധനകാര്യ സ്ഥാപനങ്ങളിൽ പോലും DYFIയുടെ SFIയുടെ ഗുണ്ടകൾ കടന്ന് അവരെ ആക്രമിക്കാൻ ശ്രമിക്കുന്ന ഒരു തരത്തിലേക്കുള്ള ഒരു നടപടി കണ്ണൂർ ടൗണിൽ ഉണ്ടായിട്ടുണ്ട്. കണ്ണൂർ അർബൻ ബാങ്കിലെ സ്റ്റാഫിനെ തേടിക്കൊണ്ട് ആ ധനകാര്യ സ്ഥാപനത്തിൽ പട്ടാപ്പകൽ പ്രവൃത്തി സമയം ആ സ്ഥാപനത്തിൻ്റെ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരെ കയ്യേറ്റം ചെയ്യുന്നതിന് വേണ്ടി അവിടെ SFIയുടെ പ്രവർത്തകർ കയറി ചെല്ലുന്നൊരു സാഹചര്യം കഴിഞ്ഞ ദിവസം ഉണ്ടായി. അതൊക്കെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഈ പറഞ്ഞ പോലെ ജില്ലാ സെക്രട്ടറി സമാധാനം ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ പ്രകോപനം ഉണ്ടാക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ അത്തരം പ്രവർത്തകരെ നിലക്ക് നിർത്താൻ വേണ്ടി ഈ ജില്ലാ സെക്രട്ടറി തയ്യാറാവണ്ടേ? അതുകൊണ്ടാണ് ഞങ്ങളിത് പറയുന്നത്. ഫണ്ട് വിവാദം മറച്ചു വെക്കുന്നതിന് വേണ്ടി മനഃപൂർവ്വമാണ് ഇത്തരത്തിലുള്ള ശ്രമം നടത്തുന്നത്. മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, അന്ന് പ്രകടനത്തിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന, അന്ന് ഞങ്ങളുടെ പ്രതിഷേധത്തിൽ പങ്കെടുത്ത സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ V. രാഹുലിൻ്റെ വീട്ടിൽ അന്നേ ദിവസം രാത്രി V. രാഹുലിന് റീത്ത് വെച്ചിരിക്കുകയാണ്. V. രാഹുലിൻ്റെ വീടിന് മുമ്പിൽ റീത്ത് സമർപ്പിച്ചിരിക്കുകയാണ്. ഇത് പ്രകോപനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല എന്ന് ജില്ലാ സെക്രട്ടറിക്ക് പറയാൻ വേണ്ടി സാധിക്കുമോ? കണ്ണൂരിൽ നടന്നൊരു പ്രകടനത്തിന് തളിപ്പറമ്പിലുള്ള യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു പ്രവർത്തകൻ്റെ വീടിന് മുമ്പിൽ റീത്ത് വെച്ചതിൽ നിന്നും CPM എന്ത് സന്ദേശമാണ് പൊതുസമൂഹത്തിന് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് എന്ന് അദ്ദേഹം വെളിപ്പെടുത്തണം. അത്തരം കാര്യങ്ങളിൽ ഞാൻ പറഞ്ഞു വന്നത്, ഈ അക്രമങ്ങൾ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഇത്തരം പ്രസ്താവനകൾ യൂത്ത് കോൺഗ്രസിനെതിരെ പറയുന്നത് ഈ ഫണ്ട് വിവാദത്തിൽ നിന്നും അല്ലെങ്കിൽ ഫണ്ട് തട്ടിപ്പിൽ നിന്നും CPMന് ഒളിച്ചോടുന്നതിന് വേണ്ടിയിട്ടാണ് എന്നാണ് യൂത്ത് കോൺഗ്രസിന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഇനിയല്ല, CPM ജില്ലാ സെക്രട്ടറി പറഞ്ഞ പോലെ ഇതിൻ്റെ കണക്കുകളൊക്കെ, ഫണ്ട് തട്ടിപ്പ് നടന്നിട്ടില്ല, ഇതിൻ്റെ കണക്കുകളൊക്കെ പാർട്ടി കമ്മിറ്റി അംഗീകരിച്ചതാണ്. പാർട്ടി കമ്മിറ്റിക്ക് ഇതുമായി ബന്ധപ്പെട്ടൊരു സംശയവുമില്ല, പൊതുസമൂഹത്തിന് ഇതുമായി ബന്ധപ്പെട്ട് സംശയമില്ല എന്നൊക്കെ അവർ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നുണ്ടെങ്കിൽ യൂത്ത് കോൺഗ്രസ് വളരെ ഉത്തരവാദിത്വത്തോടു കൂടി തന്നെ
CPM ജില്ലാ സെക്രട്ടറിയെ വെല്ലുവിളിച്ച് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. അവർക്ക് ധൈര്യമുണ്ടെങ്കിൽ, അവരുടെ ഭാഗത്ത് ഇതുമായി ബന്ധപ്പെട്ട് ഒരു തെറ്റും സംഭവിച്ചിട്ടില്ല എങ്കിൽ, ഫണ്ട് തട്ടിപ്പ് നടന്നിട്ടില്ല എങ്കിൽ, അവർക്കത് ഉറപ്പുണ്ട് എങ്കിൽ, പ്രിയപ്പെട്ട രക്തസാക്ഷി ധനരാജിൻ്റെ കുടുംബത്തെ അത് ബോധ്യപ്പെടുത്താൻ ജില്ലാ സെക്രട്ടറി തയ്യാറാവണം. ആ ധനരാജിൻ്റെ കുടുംബത്തെ വിളിച്ചിരുത്തിക്കൊണ്ട് ഇതുപോലൊരു മാധ്യമ സമ്മേളനം വിളിക്കാൻ CPMൻ്റെ ജില്ലാ സെക്രട്ടറിക്ക് ധൈര്യമുണ്ടോ എന്ന് യൂത്ത് കോൺഗ്രസ് വളരെ ഉത്തരവാദിത്തത്തോടുകൂടി തന്നെ വെല്ലുവിളിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതോടൊപ്പം ഈ ഫണ്ട് ഇത് ഫിക്സഡ് ഡെപ്പോസിറ്റായി ഒരു ബാങ്കിൽ നിക്ഷേപിച്ചതുമായി ബന്ധപ്പെട്ടുള്ള കണക്കാണ് പ്രിയപ്പെട്ട കുഞ്ഞികൃഷ്ണൻ്റെ പുസ്തകത്തിലൂടെ പുറത്തു വരാൻ പോകുന്നത്. ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം, ഈ ഡെപ്പോസിറ്റ് തുകയുടെ പലിശ അത് കൃത്യമായി ആരുടെ കയ്യിലേക്കാണ് പോകുന്നത് എന്ന് ജില്ലാ സെക്രട്ടറിക്ക് തുറന്നു പറയാൻ വേണ്ടി സാധിക്കുമോ? ആ പലിശയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കണക്ക് അവരെന്തുകൊണ്ട് ഈ ഫണ്ടുമായി ബന്ധപ്പെട്ടിട്ടോ അല്ലെങ്കിൽ ഈ പലിശയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കണക്ക് പൊതുസമൂഹത്തിന് മുമ്പിൽ പറയാൻ ഇവർ തയ്യാറാവുന്നില്ല? മാധ്യമ സുഹൃത്ത്, നിങ്ങൾ തന്നെ നിരവധി തവണ ഈ ജില്ലാ സെക്രട്ടറിയോട് അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനത്തിൽ ചോദിച്ചു, ഇതിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കണക്ക് നിങ്ങൾ എന്തുകൊണ്ട് പുറത്തുവിടാൻ തയ്യാറല്ല എന്ന് ചോദിക്കുമ്പോൾ അവർ പറഞ്ഞത് കണക്ക് പറയേണ്ടത് പാർട്ടിക്കകത്ത് മാത്രമാണ്, പൊതുസമൂഹത്തിന് മുമ്പിൽ പറയേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നു. ഈ പണം പിരിച്ചെടുത്തത് പൊതുസമൂഹത്തിൽ നിന്നാണ്. ഈ ആരോപണം നേരിടുന്ന വ്യക്തി എന്ന് പറയുന്നത് പയ്യന്നൂരിലെ ഒരു ജനപ്രതിനിധിയാണ്. പൊതുജനങ്ങളുടെ വോട്ട് നേടി പൊതുജനങ്ങളുമായി കമ്മിറ്റ്മെൻ്റ് ഉള്ള ഒരു MLA ആണ് ഈ ആരോപണം നേരിടുന്ന ധനാപഹരണ കുറ്റത്തിന് ആരോപണ വിധേയനായിട്ടുള്ള വ്യക്തി എന്ന് പറയുന്നത് പയ്യന്നൂരിലെ MLA ആണ്. ആ ജനപ്രതിനിധിക്ക് അവരുടെ നിരപരാധിത്വം, അവർ പറയുന്ന പോലെ നിരപരാധിത്വം ഉണ്ടെങ്കിൽ അത് തെളിയിക്കേണ്ട ഉത്തരവാദിത്തമില്ലേ? അപ്പോൾ പൊതുസമൂഹത്തിന് മുമ്പിൽ ഈ കണക്ക് പുറത്തുവിടാൻ അവർക്ക് ഉത്തരവാദിത്തമില്ലേ? പൊതുസമൂഹത്തിൽ നിന്ന് പിരിച്ച പണത്തിൻ്റെ കണക്ക് പൊതുസമൂഹത്തിന് മുമ്പിൽ പറയേണ്ട ഉത്തരവാദിത്തം CPMനില്ലേ? അപ്പോൾ എന്തിനാണ് ഈ മുട്ടുന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് ഇത് ഒളിച്ചോട്ടം നടത്തുന്നത് എന്ന് ചോദിക്കാൻ യൂത്ത് കോൺഗ്രസ് ആഗ്രഹിക്കുകയാണ്. ഇത് കൃത്യമായ തട്ടിപ്പ് ഇതിനകത്ത് നടന്നിട്ടുണ്ട് എന്നും ആ ഫണ്ട് തട്ടിപ്പ് മറച്ചു വെക്കുന്നതിന് വേണ്ടി കണ്ണൂർ ടൗണിൽ മനഃപൂർവ്വമായ അക്രമം അഴിച്ചുവിടുന്നതിന് CPMൻ്റെ ജില്ലാ കമ്മിറ്റി അറിഞ്ഞുകൊണ്ടാണ് ഈ അക്രമം നടന്നതുവെന്നും പറയാൻ യൂത്ത് കോൺഗ്രസ് ആഗ്രഹിക്കുകയാണ്. അതോടൊപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾ മറ്റൊരു സംശയം കൂടി മുന്നോട്ട് വെക്കുകയാണ്. CPMൻ്റെ മുഴുവൻ രക്തസാക്ഷികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫണ്ട് പിരിവിലും ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. തിരുവനന്തപുരത്തെ വിഷ്ണുവിൻ്റെ സഹോദരൻ ഈയിടെ നടത്തിയ ഒരു വെളിപ്പെടുത്തൽ നിങ്ങൾക്കറിയാം. അവിടെ 2008 നടന്നൊരു കൊലപാതകവുമായി ബന്ധപ്പെട്ട് വിഷ്ണുവിനെ സഹായിക്കാൻ എന്ന വ്യാജേന CPMൻ്റെ ആളുകൾ ആ ഫണ്ട് പിരിവ് നടത്തി, ആ ഫണ്ട് പിരിവ് മുക്കി എന്നുള്ള ഒരു വെളിപ്പെടുത്തൽ ആ വിഷ്ണുവിൻ്റെ സഹോദരൻ വിനോദ് മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന് പറഞ്ഞിരുന്നതാണ്. ആ തരത്തിൽ ജില്ലയിലെ മുഴുവൻ രക്തസാക്ഷികളുടെ, സംസ്ഥാനത്തെ മുഴുവൻ രക്തസാക്ഷികളുടെ ഫണ്ട് പിരിവിലും CPM ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ട്. അത് പുറത്തു കൊണ്ടുവരുന്നതിന് വേണ്ടി സമഗ്രമായ ഒരു അന്വേഷണം നടത്തണമെന്ന് ഭരണകൂടത്തോട് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. ഈ ധനരാജിൻ്റെ ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ സംസ്ഥാന പോലീസ് മേധാവിക്ക് ഇതിനോടകം തന്നെ പരാതി നൽകിയിട്ടുണ്ട്. ആ പരാതിയിൽ ആക്ഷൻ ഉണ്ടാവുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതോടൊപ്പം ആക്ഷൻ ഇല്ലെങ്കിൽ അതിൻ്റെ തുടർ നടപടികളുമായി യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് പോകും. പിന്നെ ജില്ലാ സെക്രട്ടറി പറഞ്ഞ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, രക്തസാക്ഷി എന്ന് പറയുന്നത് വളരെ വൈകാരികമായ ഒരു കാര്യമാണെന്നാണ്. ഞാൻ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ വൈകാരികമാണ് രക്തസാക്ഷി എന്നുള്ളത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഷുഹൈബിൻ്റെ രക്തസാക്ഷിത്വ ദിനം 12-ാം തീയതി കടന്നു വരികയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പരിപാടിയുടെ പോസ്റ്റർ കണ്ണൂർ ടൗണിലും ജില്ലയിലെ പല പ്രദേശങ്ങളിലും ഞങ്ങൾ ഷുഹൈബ് രക്തസാക്ഷി അനുസ്മരണവുമായി ബന്ധപ്പെട്ട പോസ്റ്റർ പതിച്ചിട്ടുണ്ട്. ഇത് കണ്ണൂർ ടൗണിൽ താലൂക്കിന് മുമ്പിൽ ഞങ്ങൾ പതിച്ച ഷുഹൈബിൻ്റെ പോസ്റ്ററിൻ്റെ മുകളിൽ CPMൻ്റെ സംസ്ഥാന സെക്രട്ടറിയുടെ ജാഥയുടെ പോസ്റ്റർ കൊണ്ടുവന്ന് ഒട്ടിച്ചതാണ്. ഈ തൂണിൽ, നിങ്ങൾക്ക് ഈ കാണുന്ന ഈ തൂണിൽ മുഴുവൻ ഷുഹൈബിൻ്റെ പോസ്റ്ററാണ് ഞങ്ങൾ പതിച്ചത്. അതിൻ്റെ മുകളിൽ ഷുഹൈബിനെ കൊന്നിട്ടും അവർക്ക് പക തീരുന്നില്ല എന്നുള്ളത് തെളിയിക്കുന്ന രീതിയിലാണ് ഷുഹൈബിൻ്റെ പോസ്റ്റർ മറച്ചു വെക്കുന്ന രീതിയിൽ ഈ സംസ്ഥാന സെക്രട്ടറിയുടെ ജാഥയുടെ പോസ്റ്റർ അവർ ഒട്ടിച്ചിട്ടുള്ളത്. രക്തസാക്ഷികളോടൊരല്പം മര്യാദയുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കൊല്ലപ്പെട്ട ആളുകളോടൊരല്പം ദയനീയത അവർക്ക് തോന്നുന്നുണ്ടെങ്കിൽ, അവർ തന്നെ കൊലപ്പെടുത്തിയ ഷുഹൈബിനോട് കൊന്നിട്ടും അവരുടെ പക തീർന്നിട്ടില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ കാണിക്കുന്നത്. ഇങ്ങനെ രക്തസാക്ഷികളെ ബഹുമാനിക്കുന്ന ഒരാളുകൾ മറ്റു പാർട്ടികളുടെ രക്തസാക്ഷിയെ കൂടി ബഹുമാനിക്കാൻ തയ്യാറാവണം, അല്ലെങ്കിൽ അവരെ അവഹേളിക്കാൻ തയ്യാറാവാത്ത തരത്തിലുള്ള ഒരു നടപടികളെങ്കിലും അവർ സ്വീകരിക്കണം എന്നുള്ളത് യൂത്ത് കോൺഗ്രസ് പറയാൻ ആഗ്രഹിക്കുകയാണ്. ധനരാജിന്റെ കുടുംബത്തെ ഒപ്പമിരുത്തി ഒരു വാർത്താ സമ്മേളനം നടത്താൻ KK രാഗേഷിന് ധൈര്യമുണ്ടോ എന്നും വിജിൽ മോഹനൻ ചോദിച്ചു. മാതാറാസ് ഇന്ത്യ ഹോസ്പിറ്റൽ, പാമ്പൻ മാധവൻ റോഡ്, തളാപ്പ്, കണ്ണൂർ. ഫോൺ 04972761303.